എല്ലാവർക്കും നമസ്കാരം. സുജി കുഴുമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ സേലത്താണ്. അപ്പോൾ സേലത്ത് വന്നപ്പോൾ സേലത്തെക്കുറിച്ച് കാഴ്ചകളും സേലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സേലം പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ സേലത്തെ വിശേഷങ്ങളുടെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സേലം വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു നിന്നാണ് സേലത്തിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത്. വിമാനത്താവളത്തിൽ ഇറങ്ങി ഞാൻ സേലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. 4 വശങ്ങളും വൻമലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്നർത്ഥമുള്ള ശൈലം എന്ന വാക്കിൽ നിന്നാണ് സേലം എന്ന പേര് ഈ പട്ടണത്തിന് വന്നതെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് സേലത്തേക്ക് കടന്നു പോകുന്നത്. സേലം എയർപോർട്ടിൽ നിന്നും 19 കിലോമീറ്ററാണ് സേലം എന്ന തമിഴ്നാട്ടിലെ 5ാമത്തെ വലിയ നഗരത്തിലേക്കുള്ള ദൂരം. സേലത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിച്ചാൽ 1800കളിൽ സേലം ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്നു. ടിപ്പുവിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യം വരെ സേലം ബ്രിട്ടീഷുകാരാണ് അടക്കി ഭരിച്ചിരുന്നത്. മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ സേലം നഗരത്തിലേക്ക് കടന്നു പോകുന്നത്. കൃഷിയാണ് സേലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ. വെള്ളം അധികം ആവശ്യമില്ലാത്ത കൃഷിയാണ് സേലത്ത് പൊതുവെ ചെയ്തു വരുന്നത്. പരിപ്പ്, എള്ള്, പരുത്തി, പിന്നെ തെങ്ങ് എന്നിവയൊക്കെയാണ് കൂടുതലായും ഇവിടെ കൃഷി ചെയ്യുന്നത്. നഗര പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേലത്തിലെ അടുത്ത നഗരങ്ങളെക്കുറിച്ചൊന്ന് നമുക്ക് പരിശോധിക്കാം. തിരുപ്പൂർ, ഈറോഡ്, നാമക്കൽ, മേട്ടൂർ, തൃച്ചി, കാഞ്ചീപുരം, കരൂർ എന്നിവയൊക്കെയാണ് സേലത്തിന് അടുത്ത് കിടക്കുന്ന വലിയ നഗരങ്ങൾ. സേലത്തിന്റെ ഭാഗമായിരുന്ന ധർമ്മപുരി എന്ന സ്ഥലം മാങ്ങകൾക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശികൾ സേലത്തെ മാങ്ങാ നഗരമെന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ആ മാങ്ങാ നഗരത്തിലും അതുപോലെ തന്നെ മാങ്ങയുടെ മാർക്കറ്റിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. സേലത്തിൻ്റെ തിരക്കുള്ള നഗര ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുത്തെ ഗതാഗതത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാന ഡിവിഷനാണ് സേലം ഡിവിഷൻ. അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ NH7, NH47, NH68 എന്നീ പ്രധാന ദേശീയപാതകൾ ഈ സേലം നഗരത്തിനടുത്ത് വെച്ച് ഒരുമിച്ച് ചേരുന്നു എന്നൊരു കൗതുകം കൂടി ഈ സേലം നഗരത്തിലുണ്ട്. അങ്ങനെ കണ്ടക്ടർ പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ സേലം നഗരത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സേലം ബസ് സ്റ്റാൻഡിലാണുള്ളത്. വലിയ ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ 3 ബസ് സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിണ്ടിഗൽ, നാമക്കൽ, കരൂര്, ഈറോഡ്, കാരാക്കുടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന മെയിൻ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ് സ്റ്റാൻഡാണിത്. ഒരു 3, 4, 5 ഏരിയ ആയിട്ടാണ് ഈ ബസ് സ്റ്റാൻഡുള്ളത്. അപ്പോൾ നടക്കാൻ തന്നെ അത്ര തന്നെയുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്, തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടും ഉണ്ട്, എല്ലാ സൈസ് ബസ്സുകളും ഉണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണിത്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ
പല സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. സേലം പ്രധാനമായിട്ടും പ്രസിദ്ധമായത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് സേലം മാങ്ങ. സേലം മാങ്ങ വളരെയധികം പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ സേലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റീൽ വ്യവസായമാണ്, ഉരുക്ക് വ്യവസായം. സ്റ്റീൽ നമ്മുടെ കേരളത്തിലേക്കും ഈ ദക്ഷിണേന്ത്യയിലേക്കൊക്കെ മെയിനായിട്ട് സ്റ്റീൽ എത്തുന്നത് ഈ സേലത്ത് നിന്നാണെന്നാണ് പറയുന്നത്. ബസ് സ്റ്റാൻഡ് കണ്ടോ, ബസ് സ്റ്റാൻഡാണ്. ഇതുപോലത്തെ ഒരു 5-6 സ്ഥലത്ത് ഇതേ ടൈപ്പ് ബസ് സ്റ്റാൻഡാണ്. കേരളത്തിലൊന്നും ഇതിന് സമാനമായ ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനേ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 1000-ലധികം ബസ്സുകൾ ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലുണ്ട്. അതാണ് സെറ്റപ്പ് ബസ് സ്റ്റാൻഡ്. ബോർഡ് കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. മേട്ടൂർക്ക് ഒരു പ്രസക്തി ഉണ്ട്. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉള്ളു ഈ സേലത്തുനിന്ന് കേട്ടോ. ഈ നമ്മുടെ വീരപ്പൻ്റെ നാടാണ് മേട്ടൂര്. വീരപ്പനെ മറവ് ചെയ്തേക്കുന്ന സ്ഥലമൊക്കെ ഈ മേട്ടൂരുണ്ട്. പക്ഷേ ഞാൻ ഇന്നത്തെ യാത്രയിൽ മേട്ടൂർ പോകുന്നില്ല. മേട്ടൂർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിച്ചൊക്കെ വരുമ്പോഴത്തേന് സന്ധ്യയാവും. അതുകൊണ്ട് അപ്പോൾ മേട്ടൂർ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ കർണാടകത്തിലേക്ക് പോകുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇത് ഹൊസൂര്, പൊങ്കനക്കൽ, ഇതൊക്കെ ഈ മേട്ടൂർ വഴി പോകുന്നത്. കൃഷ്ണഗിരിയൊക്കെ കർണാടകത്തിൻ്റെ ഭാഗമാണ്. ധർമ്മപുരി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ, കർണാടകത്തിലേക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ബാംഗ്ലൂർ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി. പക്ഷേ ഞാൻ ബാംഗ്ലൂർക്കല്ല പോകുന്നത്. ഞാൻ ഈ റോഡ് വഴി കോയമ്പത്തൂർ ചാടി അങ്ങനെയാണ് കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ. ഇത് ഭിക്ഷാടകരൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള ഭിക്ഷാടകരാണ്. കാരണം സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ട് ഭിക്ഷാടനം ചെയ്യുമ്പോൾ ഇത് കുലുക്കുമ്പോൾ ഒരു സൗണ്ട് വെക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ. പിന്നെ സേലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽപ്പാലങ്ങളുടെ ഒരു കളിയാണ് കേട്ടോ ഇവിടെ. എങ്ങോട്ട് 4-5 തമിഴ്നാട്ടിലെ 6ാമത്തെ ഏറ്റവും വലിയ നഗരമാണ്. അതുപോലെ തന്നെ ഈ സേലം ഒരു 4 മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സേലം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഞാൻ ഈ സേലത്തിൻ്റെ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സേലം. തമിഴ്നാട്ടിലെ എല്ലാ പട്ടണങ്ങളുടെ രീതികൾ ഈ സേലത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സേലം നഗരത്തിൻ്റെ കാഴ്ചകൾ. നഗരത്തിൻ്റെ ഹൈവേനെ 2ആയി പിളർന്നുകൊണ്ടിങ്ങനെ മേൽപ്പാലങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ മെട്രോ ഒന്നുമില്ല, ഇതെല്ലാം മേൽപ്പാലമാണ്. സേലത്ത് ഉള്ള വിമാനത്താവളം ഇവിടുന്ന് 19 കിലോമീറ്റർ അകലെയാണ് സേലം വിമാനത്താവളം. ഇത് സാധാരണ വിമാനത്താവളമാണ്. എപ്പോഴെങ്കിലും ഒരു വിമാനങ്ങാനും വന്ന് ഇറങ്ങിയെങ്കിലായി. പ്രധാനമായിട്ടും പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വിമാനത്താവളമാണ് ഈ സേലം എന്ന് പറഞ്ഞ വിമാനത്താവളം. ഒരു കുഞ്ഞു വിമാനത്താവളമാണ് ഉണ്ടോ. സേലത്ത് പിന്നെ കാണാനുള്ളത് ഒരു ആഭ്യന്തര എയർപോർട്ടാണ്, ഒരു കുഞ്ഞ് എയർപോർട്ട്. ഇവിടെ അധികം വിമാന സർവീസുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. പ്രധാനമായും വൈമാനികരെ പുതിയതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശീലന പറക്കൽ നടക്കുന്ന വിമാനങ്ങളാണ് ഇവിടെ കൂടുതലും. എപ്പോഴെങ്കിലും ഒരു ആഭ്യന്തര വിമാനം വന്നെങ്കിലായി. സേലം ബസ്സുകളുടെ ഒരു നഗരമാണെന്ന് വേണമെങ്കിൽ പറയാം. സേലത്തെ ഒരു സെൽഫി പോയിന്റിലേക്ക് സേലം മേൽപ്പാലത്തിലൂടെ ഒരു ബസ് കടന്നു പോകുന്നു. ഇത് ബസ് സ്റ്റാൻഡിലെ ചില കച്ചവടക്കാരുടെ കച്ചവടങ്ങളിലേക്ക് ഞാനൊന്ന് ക്യാമറ തിരിച്ചതാണ്. സേലം നഗരം ഒരു വൻ തിരക്കേറിയ നഗരമാണ്. മാത്രമല്ല സേലത്ത് 4ഓളം ബസ് സ്റ്റാൻഡുകളാണുള്ളത്.
അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഓരോ ബസ് സ്റ്റാൻഡിലും 10-500 ബസ്സുകൾ വീതം. ബസ്സുകൾ കൊണ്ടൊരു പ്രളയമായ നഗരമാണെന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കേരളത്തിലെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും സേലത്ത് നിന്ന് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സേലം എന്ന ഈ തമിഴ്നാട്ടിലെ ഈ വലിയ നഗരത്തിൻ്റെ കാഴ്ചകൾ, പിന്നെ കുറച്ച് വിശേഷങ്ങൾ, ഇവിടുത്തെ വലിയ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ എയർപോർട്ട്, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.